ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ ഒരു സംരംഭം തുടങ്ങുന്നുണ്ടെന്ന് അത് ഞാൻ പറയാം കേട്ടോ. ഇപ്പോഴേ പറയാനില്ല, സസ്പെൻസ് ആയിട്ട് മെല്ലെ മെല്ലെ പറയാം കേട്ടോ, പടിപടിയായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു കഥ പറയാം. നമ്മൾ എറണാകുളത്തുണ്ടായിരുന്നപ്പോൾ ഞാൻ ആദ്യം ഒരു മീഷോ ഒരു ആപ്പിൻ്റെ ഒരു വർക്കാണ് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും എങ്ങനെയാണ്. അപ്പോൾ അത് എങ്ങനെ മീഷോയിൽ ഡൗൺലോഡ് ആക്കി അങ്ങനെ നമുക്ക് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ആ സമയത്ത് അത്ര സക്സസ് ഒന്നും ആയിട്ടാണ്. മീഷോ എന്ന് പറയുന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ആപ്പായിരുന്നു. എന്നുവെച്ചാൽ അവർ ഭയങ്കര ഇതൊന്നും, ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ആ സമയത്ത് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ മീഷോ പറയുന്നത് ഒരു വീട്ടമ്മമാർക്കൊരു ഏണിങ് ആക്കുന്നത് അങ്ങനത്തെ ഒരു ആപ്പായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അത് എങ്ങനെ ആക്കിയെന്ന് എനിക്ക് തന്നെ ഇപ്പം അറിയില്ല. എന്തെല്ലോ കുത്തി ഓരോന്ന് പഠിച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. മീഷോയുടെ ആപ്പ് ഡൗൺലോഡ് ആക്കി. അപ്പോൾ നമ്മൾ പേര് കൊടുക്കണം, അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൽ പിന്നെ സെല്ലറാണോ അങ്ങനെയുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ ഓരോന്നിങ്ങനെ ഇങ്ങനെ പഠിച്ച് അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഒരു 10 രൂപയുടെ സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് 15-20 രൂപക്ക് വിൽക്കാം. 20 രൂപക്ക് വിറ്റാൽ പിന്നെ അതിൽ നമ്മൾ എഴുതി കൊടുക്കണം. അവർ ചോദിക്കും എത്ര രൂപക്കാണ് നമ്മൾ വിൽക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ 10 രൂപ എന്ന് എഴുതണം. അപ്പോൾ 10 രൂപക്ക് നമ്മൾ വിൽക്കുന്നത് 10 രൂപ അവരെ എഴുതും. അപ്പോൾ 20 രൂപയും. അപ്പോൾ 20 രൂപ അവർക്ക് അയക്കണം. നമ്മൾ 20 രൂപ അയച്ചിട്ട് ആ 10 രൂപ നമ്മൾ അക്കൗണ്ടിലേക്ക് വരും. അതിന് നമുക്ക് അക്കൗണ്ട് ഇതെല്ലാം കൊടുക്കണം. അപ്പോൾ അക്കൗണ്ടിൻ്റെ നമ്മൾ അതെടുത്ത് നോക്കും, മനസ്സിലാവും നമുക്ക് 10 രൂപ കിട്ടീന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, വാട്സപ്പ്. അപ്പോൾ അതിലൊരു ഇതുണ്ടായിരുന്നു, എന്താണ് ഫേസ്ബുക്ക് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പേരിപ്പോൾ എനിക്കെന്നെ എന്തോ ബട്ടർഫ്ലൈ കളക്ഷൻ എന്തോ ഒരു കളക്ഷനാണ് കൊടുത്തത്. അതിപ്പോൾ കുറേ ആയതുകൊണ്ട് എനിക്ക് തന്നെ മറന്നു. അപ്പോൾ അത് പിന്നെ അതിലിങ്ങനെ ഒരിതുണ്ടായിരുന്നു, എന്താണ് അല്ല അറിയാൻ പറ്റും നമുക്ക് അക്കൗണ്ടിലെ ക്യാഷ് വന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ 10 രൂപ, ചിലതിന് 20 രൂപ അങ്ങനെയൊക്കെ ഇത് അത്രയൊക്കെ കുറച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഇട്ടിട്ട് ഒരു 5 രൂപ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരെല്ലാം ഇതാക്കിയിട്ട് പിന്നെ വിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഫോട്ടോ മീഷോയുടെ ഇന്ന് ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് ക്രോപ്പ് ചെയ്യും, എന്നിട്ട് അത് പിന്നെ എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചിട്ട് പിന്നെ അതിന് ഇത്ര വില എന്നിടും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അതെപ്പോഴും വീട്ടിലിരുന്ന് അതന്നെ ചെയ്ത് എനിക്കിങ്ങനെ മടുത്തു. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണം, ഇതയക്കണം, ഇത് നോക്കണം, ഇതിൻ്റെ പ്രൈസ് നോക്കണം, അഡ്രസ്സ് നോക്കണം, ആൾക്കാർ അഡ്രസ്സ് ചോദിച്ച് അഡ്രസ്സിലേക്ക് അയക്കണം. അപ്പോൾ എന്താ വെച്ചാൽ സാധനം എൻ്റെ കയ്യിലില്ല, പക്ഷേ സാധനം ഇല്ലാതെ പിന്നെ ആ റീസെല്ലർ ഇപ്പോഴത്തെ അങ്ങനെ പറയാം അങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു സംരംഭമല്ല അത്, എന്താണ് ഒരു ചെറിയൊരു ഏണിങ് എൻ്റെ സ്വന്തമായിട്ടൊരു ഏണിങ് കിട്ടാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു അത്. അങ്ങനെ ഫസ്റ്റ് ഒരു ഏണിങ്, ചെറിയൊരു ഏണിങ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അപ്പോൾ സെക്കൻഡ് എന്തായിരുന്നു വെച്ചാൽ അടുത്ത ഇതിൽ പറയാം. ഓക്കെ, താങ്ക് യു.